ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പാർക്കിൽ വെച്ച് കുട്ടൻ ഓർമ്മ തിരികെ കിട്ടിയപ്പോ അമ്മ ഇക്കാര്യങ്ങളൊക്കെ കുട്ടനിൽ നിന്ന് അറിയാൻ ശ്രമിക്കണമായിരുന്നു. അതിനു പകരം ഇമോഷണലായി അമ്മ കുട്ടനെ തല്ലി. അതുകൊണ്ടാണല്ലോ കുട്ടൻ വീണ്ടും ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. മക്കള് വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് കയറുവാ. മലകടമേ, മലകടമ്മയ്ക്ക് ചോക്ലേറ്റ് ആണോ? അമ്മേ, മോളൊന്നും കാര്യാക്കണ്ട. നിന്നോട് അകൽച്ച കാണിച്ചിരുന്ന ആളല്ലേ ശ്രീകല. ഇപ്പോ അവളുടെ അകൽച്ച മാറി മോളോട് സംസാരിക്കാൻ തുടങ്ങില്ലേ. അതുപോലെ സിദ്ധുവിനോടുള്ള വിരോധവും കാലക്രമേണ ശ്രീകലയെ നകന്നുപോകും. മോള് സമാധാനിക്കേ. മക്കള് വാ. മുത്തശ്ശ, മഞ്ജു ചേച്ചി ഇവിടെ ഉണ്ടോ? അവളകത്തുണ്ട്. നിങ്ങള് വാ. വാ മഞ്ജു, വാ. ഹായ്. എന്നെ കണ്ടപ്പോ ചേച്ചിയുടെ മുഖം മങ്ങിയല്ലോ. കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ചേച്ചി ഇനി വിഷമിക്കേ വേണ്ട. ഇത് പണമാ. അനീഷേട്ടൻ ചോദിച്ചതിനേക്കാളും കൂടുതൽ പണം ഇതിനകത്തുണ്ട്. ചേച്ചി ഇനി സന്തോഷത്തോടെ കല്യാണത്തിന് പോണം. ഇത് വാങ്ങിക്ക ചേച്ചി, വാങ്ങിക്ക ചേച്ചി. അനീഷേട്ടൻ എന്നോട് അഡ്വാൻസ് ആയിട്ട് പണം ചോദിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഓഫീസിൽ എനിക്ക് ഉണ്ടായിരുന്നു. പണം അനുവദിക്കാനുള്ള പെർമിഷൻ എനിക്കുണ്ടെങ്കിലും അവിടുത്തെ അങ്കിളുടെ അറിവില്ലാതെ എനിക്കത് ചെയ്യാനൊന്നും ആവില്ല. അതായിരുന്നു ഒരു റീസൺ. പിന്നെ പണം മുഴുവൻ ചേട്ടൻ കൊണ്ടുവന്ന് അത് ചേച്ചിയെ ഏൽപ്പിക്കൂ എന്നൊരു ടെൻഷനും എനിക്ക് ഉണ്ടായിരുന്നു. അതിനർത്ഥം എനിക്ക് ചേട്ടനെ പൂർണ്ണമായും വിശ്വാസമില്ല എന്നല്ല. ചേച്ചിയുടെ ആവശ്യം കൃത്യമായി നടക്കണമല്ലോ. അഥവാ ചേട്ടനെങ്ങാനും ഈ പണം കൃത്യമായിട്ട് ഇവിടെ എത്തിക്കാതിരുന്ന പിന്നെ അതും ഒരു വിഷമാവുമല്ലോ. അത് ഒഴിവാക്കാനാ ഇത് അനീഷേട്ടനെ ഏൽപ്പിക്കാതെ ഞാൻ തന്നെ നേരിട്ട് കൊണ്ടുവന്നത്. അനീഷേട്ട ഇപ്പൊ ഒരുപാട് മാറി ദേവികെ. അത് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. പഴയ സ്വഭാവമൊക്കെ മാറ്റി ചേട്ടനൊരു പുതിയ ജീവിത രീതി ആരംഭിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ രൂപ കൃത്യസമയത്ത് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതിന് ദേവികയുടെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇതിന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. അനീഷേട്ടന് അവകാശപ്പെട്ട പണം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തന്നു മാത്രം. കല്യാണത്തിന് പോവാതെ കുടുംബക്കാരുടെ മുന്നില് നാണം കെടുവെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പൊ ആ പേടിയൊക്കെ പോയി. ഇനി എനിക്ക് ധൈര്യമായിട്ട് അവരുടെ മുന്നിലേക്ക് പോവാലോ. അപ്പോ എന്റെ കർത്തവ്യം കഴിഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ. മോള് പോവാണോ ഇപ്പോ? എന്തെങ്കിലും കഴിച്ചിട്ട് പോവാൻ ദേവു. ഞാൻ നിനക്ക് സിദ്ധാർത്ഥന് കഴിക്കാനുള്ളത് പെട്ടെന്ന് എടുക്കാം. നിങ്ങൾ ഇരിക്കെ. അയ്യോ ചേച്ചി, ഒന്നും വേണ്ട ചേച്ചി. പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. ഞങ്ങൾ ഇവിടേക്ക് വരുന്ന വിവരം വീട്ടിൽ ആർക്കും അറിയില്ല. അവിടെ ആരോടും പറയാതെയാ ഞങ്ങൾ പോന്നിരിക്കുന്നത്. പെട്ടെന്ന് അവിടെ തിരികെ ചെല്ലണം. അവിടെ എല്ലാരും ഇപ്പൊ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കായിരിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ. പോകുന്നതിന് മുൻപ് അമ്മയെ കണ്ടെന്ന് സംസാരിക്കണം മുത്തശ്ശ. അമ്മ എവിടെയോ? അവളിവിടെ എവിടെയെങ്കിലും കാണും. കാണട്ടെ. അമ്മേ, അമ്മേ, അമ്മേ കതക് തുറക്ക്. അമ്മേ, അമ്മേ കതക് തുറക്കമ്മേ. മലകടമ്മേ തുറക്ക്, നമുക്ക് കഴിക്കണ്ടേ?
അമ്മ ഇവിടെ കുട്ടനെടുത്തിരുന്നേ. ഇല്ല, ഞാൻ ഇരിക്കില്ല. ഇവിടെ ഇരുന്നാൽ എന്താ കുഴപ്പം? നീ എവിടെ ഇരിക്കുന്നില്ലേ പറഞ്ഞെ? ശ്രീകല? ഇല്ല അച്ഛാ, എന്നെ നിർബന്ധിക്കേണ്ട, ഞാൻ ഇരിക്കില്ല. അയ്യോ അമ്മേ, അവിടെ ഒന്ന് ഇരിക്കേ പ്ലീസ്. അമ്മേ ഇവിടെ അങ്ങോട്ട്. ഇരിക്കമ്മേ, ഇരിക്കേ. അമ്മേ, അമ്മ എന്തിനാ കുട്ടനിൽ നിന്നും ഇങ്ങനെ മുഖം മാറ്റി നടക്കുന്നേ? കുട്ടന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ എന്താ അമ്മേ കുഴപ്പം? അമ്മ കുട്ടന്റെ മുഖത്തേക്കൊന്ന് നോക്കണം. എന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി പറയേ, കുട്ടനൊരു കൊലപാതകയാകാൻ കഴിയുമോന്ന്? കുട്ടൻ ആരുടെയെങ്കിലും ജീവൻ എടുക്കാൻ സാധിക്കുമോന്ന്? ആദ്യം ഞാനും അമ്മയെപ്പോലെ തന്നെ ചിന്തിച്ചത്. അച്ഛന്റെ മരണത്തിൽ കുട്ടന് പങ്കുണ്ടാകുമെന്ന് ഞാനും സംശയിച്ചു. പക്ഷേ ഇപ്പൊ ഞാൻ കുട്ടനെ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു. കുട്ടൻ ഒരിക്കലും ഞങ്ങളുടെ അച്ഛന്റെ ജീവൻ എടുക്കാനാവില്ല അമ്മേ. അച്ഛന്റെ മരണം കുട്ടൻ കാരണമല്ല സംഭവിച്ചത്. കുട്ടൻ ഒരിക്കലും നമ്മുടെ അച്ഛന്റെ ജീവൻ എടുക്കാനാവില്ല. അമ്മയോട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അന്ന് ആ ആക്സിഡന്റിന് മുൻപ് കുട്ടന്റെ വണ്ടിയുടെ ബ്രേക്ക് ആരോ നശിപ്പിച്ചിരുന്നു. അങ്ങനെ ബ്രേക്ക് നഷ്ടപ്പെട്ട ആ വണ്ടി നിർഭാഗ്യവശാൽ നമ്മുടെ അച്ഛനെ ഇടിച്ചതായിരിക്കാം. അങ്ങനെയായിരിക്കും നമ്മുടെ അച്ഛൻ മരണപ്പെട്ടത്. സത്യത്തിൽ അത് കുട്ടന്റെ ജീവൻ എടുക്കാൻ വേണ്ടി ആരോ നടത്തിയ ശ്രമമായിരുന്നു അമ്മേ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുക, നമ്മുടെ അച്ഛന്റെ മരണം കുട്ടൻ കാരണമല്ല ഉണ്ടായത്. അത് മനഃപൂർവ്വം നടത്തിയ ഒരു കൊലപാതകമല്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. ഇതിനൊരു കൃത്യത ഉണ്ടാകണമെങ്കിൽ കുട്ടന്റെ അസുഖം പൂർണ്ണമായും ഭേദമാകണം. പാർക്കിൽ വെച്ച് കുട്ടൻ ഓർമ്മ തിരികെ കിട്ടിയപ്പോ അമ്മ ഇക്കാര്യങ്ങളൊക്കെ കുട്ടനിൽ നിന്ന് അറിയാൻ ശ്രമിക്കണമായിരുന്നു. അതിനു പകരം ഇമോഷണലായി അമ്മ കുട്ടനെ തല്ലി. അതുകൊണ്ടാണല്ലോ കുട്ടൻ വീണ്ടും ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. സിദ്ധു നിന്നെ അറിയില്ലെന്ന് പറഞ്ഞപ്പോഴാ ശ്രീകല സിദ്ധുവിനെ തല്ലിപ്പോയത്. അമ്മ എനിക്ക് പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയും കുട്ടനെ ശരിക്കൊന്ന് മനസ്സിലാക്കണം. അമ്മയുടെ മകളെ വളരെയേറെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കുട്ടനെന്ന് അമ്മ തിരിച്ചറിയണം. എനിക്കൊരപേക്ഷ മാത്രമേ അമ്മയോടുള്ളൂ. അമ്മയൊരിക്കലും കുട്ടനെ ഒരു കൊലയാളിയായി കാണരുത്. അമ്മയുടെ കാല് പിടിച്ച് ഞാൻ പറയുക. നീ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ജീവിതം നഷ്ടപ്പെട്ട എനിക്ക് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല മോളെ. നീ കുട്ടനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നിന്നെ ഞാനും സംരക്ഷിക്കുന്നത്. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആദ്യമുണ്ട് മോളെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അസുഖം ഭേദമായി സിദ്ധുവിന് ഓർമ്മകൾ പൂർണ്ണമായും തിരികെ കിട്ടിയ ഈ സിദ്ധു നിന്നെ മറക്കും മോളെ.